ആർ.എം.പി. നേതാവ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ വളരെ നിർണായകമായ കോടതി വിധി വന്നിരിക്കുന്നു. പ്രതികളെ വെറുതെ വിട്ടുള്ള വിചാരണ കോടതി വിധി ശരിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശിക്ഷിച്ചുകൊണ്ടുള്ള വിചാരണ കോടതി വിധി ശരിവച്ചിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായി വന്നിരിക്കുന്നത്. ഹൈക്കോടതിയാണ് നിർണായകമായ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. വടകരയ്ക്കടുത്ത് വള്ളിക്കാട് വെച്ച് 2012 മെയ് 4-ലാണ് ആർ.എം.പി. സ്ഥാപക നേതാവ് ടി.പി. ചന്ദ്രശേഖരനെ ഒരു സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത്. 2014 എം.സി. അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, ടി.കെ. രജീഷ്, CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി.കെ. കുഞ്ഞനന്ദൻ എന്നീ 11 പ്രതികളെ ജീവപര്യന്തം തടവിനും കണ്ണൂർ സ്വദേശി ലംബു പ്രദീപിനെ 3 വർഷത്തെ തടവിനും ശിക്ഷിച്ചിരുന്നു. 36 പ്രതികളുണ്ടായിരുന്ന കേസിൽ CPM നേതാവായ പി മോഹൻ ഉൾപ്പെടെ 24 പേരെ വിട്ടയച്ചതും ശ്രദ്ധേയമായിരുന്നു. ശിക്ഷ അനുഭവിക്കുന്നതിനിടെ പി.കെ. കുഞ്ഞനന്ദൻ 2020 ജൂണിൽ മരിച്ചിരുന്നു. ഇപ്പോൾ വിചാരണ കോടതി വിധി ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ജസ്റ്റിസുമാരായ ജയശങ്കർ നമ്പ്യാർ, കൗസർ എടപ്പകത്ത് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് അല്പസമയം മുമ്പ് ഈ അപ്പീലുകളിൽ വിധി പറഞ്ഞത്. ഇതിലൊപ്പം ഈ കെ രമ നൽകിയ പ്രധാനപ്പെട്ട ഒരു അപ്പീലുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ പി മോഹനൻ, CPM നേതാവ് പി മോഹനൻ ഉൾപ്പെടെയുള്ളവരെ വിട്ടയച്ചതിനെതിരെ കെ രമ നൽകിയ അപ്പീലാണ്. അതിൽ കെ കൃഷ്ണൻ, ജ്യോതി ബാബു എന്നിവരെ വെറുതെ വിട്ട വിധി റദ്ദാക്കി എന്നുള്ള നിർണായകമായ വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ടി.പി. കേസ് പ്രതികൾക്ക് വലിയ തിരിച്ചടിയാണ് ഈ കോടതി വിധി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. വിചാരണ കോടതി വിധി ശരിവച്ചിരിക്കുന്നു. ടി.പി. കേസ് പ്രതികൾക്ക് വലിയ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പി മോഹനൻ ഉൾപ്പെടെയുള്ള പ്രതികളെ വിട്ടയച്ചതിനെതിരെ കെ രമ നൽകിയ അപ്പീലിൽ കൂടി തീരുമാനം വരാനുണ്ട്. അത് എങ്ങനെയാകുമെന്നുള്ളതും കാത്തിരുന്ന് കാണണം. അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കെ കൃഷ്ണൻ, ജ്യോതി ബാബു എന്നിവരെ വെറുതെ വിട്ടു. 24 പേരെ വെറുതെ വിട്ടിരുന്നു. അതിൽ കെ കൃഷ്ണനും ജ്യോതി ബാബുവിനെയും വെറുതെ വിട്ട വിധി റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ളതും സുപ്രധാനമായ ഒരു തീരുമാനമാണ്. നമുക്കറിയാം, കേരളത്തിൽ രാഷ്ട്രീയ ഭൂകമ്പം സൃഷ്ടിച്ച ഒരു കേസാണ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ്. ആർ.എം.പി. നേതാവും CPM-ന്റെ പ്രഖ്യാപിത ശത്രുവുമായിരുന്ന ടി.പി. ചന്ദ്രശേഖരനെയാണ് ബോംബെറിഞ്ഞ് അതിനുശേഷം പ്രതികൾ ബോംബെറിഞ്ഞ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത്. നിർണായകമായ മറ്റൊരു വിവരം, മോഹനൻ മാസ്റ്ററെ വെറുതെ വിട്ട വിധി അത് ശരിവച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മോഹനൻ മാസ്റ്റർക്ക് ആശ്വാസമുണ്ട്. പക്ഷേ ടി.പി. കേസിലെ മറ്റ് പ്രതികൾക്ക് വലിയ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു എന്നുള്ള നിർണായക വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, ഈ പ്രതികൾക്ക് കനത്ത തിരിച്ചടിയാണ്. വിചാരണ കോടതി വിധി അത് ശരിവെച്ച പശ്ചാത്തലമാണ്. മറ്റ് വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇപ്പോൾ ഇതിൽ 2 പ്രതികളെ കീഴ്ക്കോടതി വെറുതെ വിട്ടതാണ് റദ്ദ് ചെയ്തിട്ടുള്ളത്. 10ഉം 12ഉം പ്രതികളായ കൃഷ്ണൻ, ജ്യോതി, ബാബു എന്നിവരായിരുന്നു ഈ പ്രതികൾ. ഇവരെ വെറുതെ വിട്ടതാണ് കീഴ്ക്കോടതി വെറുതെ വിട്ടതാണ് റദ്ദ് ചെയ്തിട്ടുള്ളത്. മറ്റ് പ്രതികളുടെ ശിക്ഷ, നിലവിലുണ്ടായിരുന്ന ശിക്ഷ അത് കോടതി ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് വിശദാംശങ്ങൾ അറിഞ്ഞു വരികയാണ് രഞ്ജിത്ത്. പി.കെ. കുഞ്ഞനന്ദനെ ശിക്ഷിച്ചതും ശരിവെച്ചിട്ടുണ്ട്. മോഹനൻ മാസ്റ്ററെ വെറുതെ വിട്ടതിനെതിരെ കെ രമ നൽകിയ ഒരു അപ്പീലുണ്ടായിരുന്നു. അതിലും വിചാരണ കോടതി വിധി ശരിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ മറ്റ് ടി.പി. കേസിലെ പ്രതികൾക്ക് വലിയ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും അപ്പീലിനുള്ള സാധ്യതകളുണ്ട്. അവർ ആ തരത്തിൽ മുന്നോട്ട് പോകുമോ എന്നത് കാത്തിരുന്നു കാണേണ്ടി വരും. ഏതായാലും ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് വലിയ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. ടി.പി. ചന്ദ്രശേഖരന്റെ ഭാര്യ കെ രമ സമർപ്പിച്ച ഹർജിയിൽ അടക്കം ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാനുണ്ടായിരുന്നു. അവിടെയും കോടതിയുടെ തീരുമാനം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ വിട്ടയച്ച വിചാരണ കോടതി വിധി ശിക്ഷിച്ച വിചാരണ കോടതി വിധി അത് ശരിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 2 പേരെ വെറുതെ വിട്ട നടപടി റദ്ദാക്കിയിട്ടുണ്ട്. പ്രതികളും സർക്കാരും ടി.പി.യുടെ ഭാര്യ കെ രമ MLA-യും നൽകിയ അപ്പീലുകളാണ് ജസ്റ്റിസ് A.K. ജയശങ്കർ നമ്പ്യാറും ജസ്റ്റിസ് കൗസർ എടപ്പകത്തും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. 12 പ്രതികളാണ് ശിക്ഷാവിധിക്കെതിരെ കോടതിയെ സമീപിച്ചത്. അതേസമയം പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷനും അപ്പീൽ നൽകിയിരുന്നു. TG സൈത്ത്, രാഷ്ട്രീയ കേരളത്തിൽ ഭൂകമ്പം സൃഷ്ടിച്ച ഒരു വിധി, നിരവധിയായ രാഷ്ട്രീയ ചർച്ചകൾ നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കൊലപാതകം, അതിലിപ്പോൾ വിചാരണ കോടതി വിധി പൂർണ്ണമായും ശരിവെച്ചിരിക്കുകയാണ് ഹൈക്കോടതി. മറ്റെന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നുള്ളൂ. പക്ഷേ ഏറ്റവും സുപ്രധാനമായ കാര്യം ഇതിൽ പ്രതികളുടെ അപ്പീൽ തള്ളി എന്നതാണ്. അതായത് പ്രതികളുടെ അപ്പീൽ തള്ളി എന്നത്
ജ്യോതിബാബുവും കെ കൃഷ്ണനും കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നു എന്നതാണ്. അതിൽ അങ്ങേയറ്റം ഈ കേസുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു സംഭവമായി മാറുന്നു. ഒപ്പം തന്നെ ഈ മോഹൻ മാസ്റ്ററെ വെറുതെ വിട്ട നടപടിയെയും കെ രമ കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ അതും കോടതി റദ്ദാക്കി. അത് കോടതി അംഗീകരിച്ചില്ല. ആ വാദം കോടതി അംഗീകരിച്ചില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. പി മോഹൻ മാസ്റ്ററെ, അതായത് CPM ജില്ലാ സെക്രട്ടറി പി മോഹൻ മാസ്റ്ററെ, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹൻ മാസ്റ്റർ ഈ കേസിൽ ഏറെ പ്രതി ചേർക്കപ്പെടുകയും ഏറെ നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തതാണ്. അറസ്റ്റ് അടക്കമുള്ള വലിയ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. എന്തായാലും മോഹൻ മാസ്റ്ററെ വെറുതെ വിട്ട നടപടിയെയും കെ രമ കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ അത് കോടതി അംഗീകരിച്ചില്ല. അതേസമയം മറ്റ് പ്രതികളുടെ ശിക്ഷാവിധി കോടതി അംഗീകരിച്ചു, അത് ശരിവെച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുൻ ആഭ്യന്തരമന്ത്രി, മാധ്യമങ്ങളെ കാണുന്നു തത്സമയം.